റെസിഡന്റ് നിങ്ങൾ നോക്കുന്നു. അമ്മയിലിടമ്മ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല കേട്ടാ. അല്ല ഞാൻ കുട്ടൂസാന്ന് താരം. എല്ലാവർക്കും കൂടിയിട്ട് കുട്ടൂസ് ഒറ്റക്ക് ചുമന്ന് കൊണ്ടുപോകുന്നു മാങ്ങ. ചോറിന്റെ അപ്പുറം നമുക്ക് ചോറിന്റെ അപ്പുറം പഴുത്ത മാങ്ങ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടല്ലേ? അതേമ നമ്മളടുത്ത് തെയ്യായോണ്ട് വന്നതാണേ. ഇനിയിപ്പോ 2 ആഴ്ച കഴിഞ്ഞിട്ടേ പോകൂലു അല്ലേ? കറിയൊന്നും വേണ്ട, ചോറും പഴുത്ത മാങ്ങ, കറിയൊന്നും വേണ്ട പോലും. മത്തൻ ചപ്പ് കറവും മീൻപൊരി സാമ്പാറെല്ലാം ഉണ്ട്. അത് നമുക്ക് വേണ്ട പോലും. നല്ല ടേസ്റ്റ് അല്ലേ പഴുത്ത മാങ്ങിയതും? ചോറും അത് തിന്നണം അല്ലേ? ഇതിനെപ്പോഴും തിന്നോക്കെ ടേസ്റ്റ് ഉണ്ടാവും. അമ്മ ഇപ്പൊ ഇവിടെ അമ്പലത്തെ തെയ്യുണ്ടായിനെ. പോയിട്ട് വരുമ്പോ നേരത്തെ മൂത്തമ്മേരടക്കം പോയത്, മൂത്തമ്മേനെ കാണാൻ. ഒരാൾ നിറച്ചു മാങ്ങിയത്. പറയാ മാങ്ങാന്നറിയാം. അത് കുട്ടൂസും അമ്മയും എല്ലാരും കൂടെ പറക്കും. ചോറ് കറി നമുക്കവിടെ വാങ്ങിണ്ടാവും. ഇല്ല പോകുമ്പോ പച്ചമാങ്ങ കുട്ടൂസ് പഴുത്തുണ്ടോ അതിന്? കുട്ടൂസ് കൊട്ട നിറച്ച് മാങ്ങ ഇറക്കിയിട്ടില്ലേ നടക്കുന്നു. അതൊക്കെ നല്ല മാങ്ങ തിന്നാ ടേസ്റ്റാ. പിന്നെ ഇത് നോക്കിയാ നോക്കിട്ട് നോക്കട്ടെ, വന്ന് നോക്ക്. നല്ല രസമാണ്. നോക്കട്ടെ, മത്തൻ ചപ്പും മീൻപൊരിയും മധുരം തിന്നാൻ രസമുണ്ടല്ലേ? എനിക്ക് മധുരം ഇഷ്ടമാണ്. അത് ചോറിന്റെ മധുരം ഇട്ടിട്ടുണ്ടല്ലോ, അത്രയും ഇഷ്ടമാണ്. ചോറിന് മധുരം ഇട്ടാലും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ മുറിച്ചാലേ മതിന്നു. മാങ്ങിയും ചോറും ഞാനിത് ഇട്ട് കൊടുക്കല് വരും. പണ്ടേ വയറ് നമ്മുടെ അടിയിൽ വരെ ഇതിന്റെ നമ്പർ അറിയില്ലേക്ക്. അനക്ക് ആരാ നമ്പറില്ല. ഇല്ല, അരുണ്ടതേ ഇല്ല. അരുണ്ടിട്ട് തന്നെ അവൻ സൂയിപ്പാവും. ഓരിട്ടാ മതി. ചെറിയ പണി പണ്ടല്ലേ അമ്മ മാങ്ങ വറക്കാൻ പോകുന്നു ഫൽഗുണാടന്റെ വളപ്പില്. അതിന്റെ കൊട്ട നിറച്ച് മാങ്ങ വറക്കിട്ട് വരും. ഇപ്പൊ ആരെങ്കിലും ഏതെങ്കിലും പിള്ളേർ മാങ്ങ വറക്കാൻ പോകുന്നുണ്ടോ? ഒരു വളപ്പിലും പോകില്ലല്ലോ. ഫോണും കുത്തിയിരിക്കും എല്ലാരും. ഇതൊക്കെ സിനിമ അല്ലെങ്കിൽ ഫോൺ അല്ലേ മേ? ഇപ്പോഴത്തെ പിള്ളേരുടെ കാര്യം അങ്ങനെ പോയി കൊണ്ടുവന്നില്ല. മറ്റാരും പോലെ ആരും പോയില്ല. നമ്മ മൂത്തമ്മനെ കാണാൻ പോയി നേരത്ത്. നമ്മളെ നേരത്തെ മൂത്തമ്മ വന്നിട്ടുണ്ട്. ചേച്ചിയുടെ അടിക്കണ്ടായിനി. എന്നിട്ട് അപ്പൊ ആള് കുറച്ച് മാങ്ങ കൊണ്ടുണ്ട്. പിന്നെ മൂത്തമ്മ മറ്റേ മറ്റേ പെണ്ണ് മരിച്ചില്ലേ? താല് മൂത്തമ്മ മരിച്ചില്ലേ? ആയതുമ്പോ കൊറേ രണ്ടുമല്ല അത്ര ആയതുമ്പോ മൂത്തമ്മക്ക് ഭയങ്കര സ്നേഹം. പിന്നെ അന്നാ ഒരിക്കൽ പോയിട്ടേ പണ്ടെല്ലാം ഞാനൊരിക്കൽ പോയി. പണ്ടെല്ലാം ഇവിടെ തെയ്യത്തിന് തലേന്ന് വരുന്നല്ലേ. ഇപ്പോലെ വരാതെ ഇപ്പൊ കഴിയുന്നില്ല. ഇപ്പൊ ഉണ്ട് തെയ്യണ്ട് കൊടുക്കാൻ നേരം തന്നെ നല്ല തടിയും. ഇപ്പൊ തടിയെല്ലാം പോയി മെലിഞ്ഞു. അവരുടെ ആണുങ്ങളും വരില്ല. മക്കളാ? രണ്ടാളില്ലേ അവര്? മക്കളാ? മക്കള് ഒരാളല്ലേ? അല്ല രണ്ടാള്. ഒന്ന് നമ്മുടെ രാമകൃഷ്ണൻ, ഒന്ന് പ്രതിയാടൻ. തെയ്യത്തിനെല്ലാം ആകുമ്പോ വരും അല്ലേ? തെയ്യത്തിന്റെ സമയത്ത് അവര് വരുന്നല്ലേ?
അതിലുണ്ട് അമീസൻ. അയ്യോ അമീസിന്റെ മാങ്ങ നിലത്ത് വീണുപോയി. ഞാൻ അമ്മക്ക് ചോറിന്റെ പേര് മുറിച്ചു കൊടുത്തതാണ്. മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. കൊട്ട കുറച്ചതോ കുട്ടൂസ് ഒളിപ്പിച്ച് വെച്ചിട്ടേ. ഉപ്പ് പറഞ്ഞിരുന്നാ പറഞ്ഞു വിട്ട് ഉപ്പിട്ടാണല്ലേ രസം. നിങ്ങളുടെ ഇഷ്ടം അല്ലേ? നല്ല മാമ്പഴ പുളിശ്ശേരിയാക്കണം. പുളിശ്ശേരി ആക്കലുണ്ടാവും. നമുക്കൊന്നും അറിയില്ലേ. ഞാനാക്കി തരാം. ഞാനാക്ക് ആക്കുമല്ലേ? മാങ്ങയുണ്ടല്ലോ തന്നത്. പണ്ടെല്ലാം മാങ്ങ പൂങ്ങിക്കുന്നുണ്ടോന്ന്. മാങ്ങ പൂങ്ങു. നമ്മളാടിയിലവരില്ലേ ഇളമാങ്ങയില്ലേ? ഇളമാങ്ങ കാട്ടിക്കൊണ്ട് വന്നിട്ട് നല്ലോണം കൊഴുത്തൂരില്ലേ? നമ്മള് പണ്ടത്തെ മറ്റേ ഈ പായില്ലേ ഓലപ്പായി വരക്കും. വരച്ചിട്ട് വെയിലത്തിട്ട് ഉണക്കിയിട്ട് അതിങ്ങനെ പറിച്ചെടുത്ത് കുപ്പിയിലിടും. മാങ്ങാച്ചിയാ അങ്ങനെയല്ല ആക്കലുണ്ട് നമ്മളങ്ങോട്ടില്ലവര്. ആ അത്രക്ക് മാങ്ങയുടെ കാലം. ഇളമാങ്ങ വേണം. ഇളമാങ്ങ നമ്മളെ നാട്ടിൽ ഇളമാങ്ങ എന്ന് പറയും. ഇളമാങ്ങ നമ്മൾ പറയും. അമ്മ ഇത് മുറിച്ചു മുറിച്ച് തരണ അമീസിന്റെ മാങ്ങ മുറിച്ച് കൊടുക്കട്ടെ. ആ പുഴുണ്ടോ? പുഴുവൊന്നുമില്ല ഈ മാങ്ങേരി. സൂപ്പർ മാങ്ങ. നല്ല മാങ്ങയാണ്. താങ്ക് യു. മുറിച്ചേരേ. കുട്ടൂസിന് ഇങ്ങനെ മുറിച്ച് കൊടുക്കണം എന്നാ പറഞ്ഞു. മുറിച്ചേരേ. അപ്പൊ ഇടയമ്മ പഴുത്ത മാങ്ങി ചോറിലും കൊടുത്തുന്നേ. ടാറ്റ പറഞ്ഞേ. ടാറ്റ പറഞ്ഞേ. ടാറ്റ. എന്നാ പിന്നെ ഓക്കെ. ഓക്കെ.